ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മണിപ്പൂരിലൊരു പോലീസ് സ്റ്റേഷനിലാട്ടാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് ഇവിടെയാണ് നമ്മൾ കിടന്നേക്കേട്ടാ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഒരു ഓഫീസാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പം കേട്ടാ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണത്തിനാണെങ്കിലും ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ സൈക്കിളൊക്കെ എല്ലാവരും തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തേക്കാം ഡെയിലി. എന്നിട്ട് നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റി. ഇപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പാക്ക് ചെയ്യാൻ സൈക്കിൾ. അപ്പോൾ നിങ്ങൾ ആ ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമ്മുടെ സൈക്കിള് കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആണ്ടാ. അപ്പോൾ അതേ സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നതാണ്. ഇതിൻ്റെ ബെയറിങ് പോയി കിടക്കണമായിരുന്നു, അത് സെറ്റാക്കി. പിന്നെ കമ്പിയൊക്കെ കുറച്ച് മാറണം. അപ്പോൾ കമ്പി ഇവിടെ അങ്ങനെ ഇല്ല. പിന്നെ ഉള്ളത് ഈ വേറെ വേറെ കളറായിട്ടുള്ളതാണുള്ളത്. അപ്പോൾ പുള്ളി എവിടെ നിന്നൊക്കെ ഒപ്പിക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയിട്ടാണ് ഇനി ഇവിടുന്ന്, എനിക്ക് തോന്നല്ല ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്നേ. കാരണം ഇപ്പോൾ ഇംഫാലിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കം കേട്ടോ. ഇവിടെ കുറേ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. നമ്മളിപ്പോൾ ലംലായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഏകദേശം 4 ദിവസമായിട്ട് ഇവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാരണം ഇവിടെ ഫുള്ള് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ സൈക്കിള് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ അവർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. ഇനിയിപ്പോൾ സൈക്കിള് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ടെന്നാണ് തോന്നണം. ശരിക്കും നമ്മുടെ സൈക്കിള് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഒന്ന് സർവീസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടെ. ഇനിയിപ്പോൾ സൈക്കിളിൻ്റെ കമ്പി കുറച്ച് പോയിട്ടുണ്ട്, ഒരു 6-7 പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. അപ്പോൾ ബാക്കി കുറേയൊക്കെ വേറെ കളറാണ് കിട്ടിയേക്കണം. അപ്പോൾ കറക്റ്റ് എല്ലായിരുന്നു തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ചെയിനൊക്കെ ഒന്ന് തുരുമ്പടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസം മഴയത്തേക്കാൻ തന്നിട്ട് ചെയിനൊക്കെ തുരുമ്പടിച്ചിട്ടുണ്ട്. भैया ये चेन में कुछ प्रॉब्लम है? चेन का तो नहीं है। प्रॉब्लम नहीं है ना? अच्छा 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 अच्छा। आपका नाम क्या है भैया? रोबन। रोबन, ओके ओके, नाइस टू मीट यू. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി. ഭയ്യ താങ്ക് യു. ഓക്കെ. അപ്പോൾ സൈക്കിള് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ കുറച്ച് പണികൂടെ ഉണ്ട്. എന്നാലും ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചവിട്ടി നോക്കാം. ഓക്കെ ഭയ്യ, സീ യു. അങ്ങനെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാ. സെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ വീലൊന്നും നമ്മൾ മാറ്റിയില്ല. ഫ്രീ വീലിൽ എന്താ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതിപ്പോൾ മാറ്റാനുള്ള ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീ വീല് മാറ്റിയില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാ. പുള്ളി എവിടെ നിന്നൊക്കെ കമ്പിയൊക്കെ സെറ്റാക്കി തന്ന്. അല്ല, പുള്ളിയുടെ ഉണ്ടാകുന്നുണ്ടോ, പക്ഷെ അത് വേറെ എന്തിൻ്റെ കമ്പിയാണ്, വേറെ സൈക്കിളിൻ്റെ. അതായത് പല പല കളറായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് സൈസ് തന്നെ കിട്ടി, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പയ്യെ. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാണ്. ചിലപ്പോൾ ഇന്ന് ഇറങ്ങേണ്ടി വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കാലാവസ്ഥ ഭയങ്കര മോശം കേട്ടോ. പിന്നെ അതുപോലെ ഇംഫാലൊക്കെ വെള്ളപ്പൊക്കം എന്നാണ് പറഞ്ഞത്. അവർ പിടിത്തരും. അപ്പോൾ അബുവിനെയൊക്കെ വിളിച്ച് വെച്ചപ്പോൾ അവരുടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നാണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഭയങ്കര സീനാന്ന് പറയാം. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണുന്നതാണ്ടോ വെള്ളപ്പൊക്കം. എൻ്റെ മോനെ, ഇത് ഇംഫാലിലേക്ക് പോണ റൂട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ട്. ആൾക്കാരൊക്കെ കണ്ടില്ലേ? എൻ്റെ പൊന്നോ, സീനാണ്ടാ. നമ്മുടെ സൈക്കിള് ഇവിടെ ഒരു ഇതിൽ വെച്ചേക്കണേട്ടാ, വണ്ടിയിൽ, അതായത് പോലീസിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര വെള്ളപ്പൊക്കോട്ടോ. എൻ്റെ പൊന്നോ, ഇതാ ആൾക്കാരൊക്കെ വെള്ളത്തിലേക്ക് സീനായി പോയിട്ടാ. നമ്മളിപ്പോൾ വന്നിറങ്ങി പെട്ടുപോയിനെ. വെള്ളക്കെട്ടാണ്, ഫുള്ള് വെള്ളക്കെട്ടാണ്ടാ. ആളുകളൊക്കെ അവിടെ വലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നല്ല വെള്ളപ്പൊക്കം. ഇപ്പൊ നമ്മള് വന്നിറങ്ങി സത്യം പറയുന്ന പെട്ടുപോയിട്ടാ. എൻ്റെ പൊന്നോ, സീനാട്ടാ. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയാണ് ഈ കാണുന്നതൊക്കെ ഇല്ലേ. ഇതൊക്കെ ശരിക്കും ഒഴിഞ്ഞ ഒരു പറമ്പെന്ന് പറഞ്ഞത് ഫുള്ള് വെള്ളം കിട്ടിയിട്ടാണ് ഈ കാണുന്നത്. അല്ലാത്ത സീനായി പോയിട്ടാ.
അപ്പം അങ്ങനെ ഇംഫാൽ എത്തിയേട്ടാ. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു വണ്ടിയിലാണ് വന്നത്. ഇവിടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചങ്ങ് വന്നപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ മാറിയിട്ടെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകുന്നത് ലോക്ടാക്കിലേക്കാണ്. ഈ റൂട്ടാണ് പോകേണ്ടത് കേട്ടോ. പലയിടത്തും പോലീസുകാരും ഇവരൊക്കെ ആയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ സമയത്ത്. കാരണം നമ്മൾ ആ വണ്ടിയിൽ ഒരു കണക്കിനാണ് വന്നത്. പിന്നെ കണ്ടില്ലേ, ഇവിടെയൊക്കെ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങാടേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവിടെയൊക്കെ ആംബുലൻസൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നെയാണെങ്കിലേ. ഭയങ്കര വെള്ളപ്പൊക്കം നമ്മൾ വന്ന വഴിക്ക് ഫുള്ള് വെള്ളമൊക്കെ പൊങ്ങി. ആൾക്കാരൊക്കെ മീൻ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. കുറേ പേരൊക്കെ അതിൽ പെട്ടുപോയി. കുറേ വണ്ടിയൊക്കെ ഓഫായി പോയിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്കിന് അവിടെ രക്ഷപ്പെട്ടു. കാരണം ഇന്നലെയൊക്കെ ഇവിടെ ഈ നമ്മൾ ഇരിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗത്തൊക്കെ ഭയങ്കര വെള്ളമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടാ. നമ്മുടെ സൈക്കിളെല്ലാം സെറ്റ് ചെയ്ത് പയ്യെ ഇറങ്ങി. അത്യാവശ്യം വെയിലും പിന്നെ ഒരു തണുത്ത കാലാവസ്ഥയുണ്ടാ. കാരണം മഴയൊന്നുമില്ല, ഉണ്ടാകാതിരുന്നാൽ മതി കേട്ടാ. നമ്മളിപ്പോൾ ഇംഫാലിലൂടെയുള്ള യാത്രയിലാണ്. ഈ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് റൂട്ടാണ് ഈ കാണുന്നതാണ് ഇംഫാൽ എയർപോർട്ട് കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, നമ്മൾ ജിറിബാബിന്ന് വന്നല്ല, ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു റൂട്ടാണ് ടച്ച് ചെയ്തത്. നമ്മൾ ഇവിടുന്ന് എവിടേക്ക് ഒരു കട്ട് ചെയ്തിട്ടാണ് വന്നത്. ഉള്ളിൽ കൂടെയാണ് നമ്മൾ വന്നത്. അത് ഇവിടെ ഏതൊരു വഴിയാണ് കേട്ടോ. ഉള്ളിലേക്ക് കാണുന്നത് എയർപോർട്ട്. ഫ്ലൈറ്റൊന്നും പൊങ്ങണ കാണില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല, ഇത്രയും വലിയ മതിലായതുകൊണ്ടേ. നമ്മളിതിപ്പോൾ നേരെ പോകുന്നത് ലോക്ടാക്ക് പോണ റൂട്ടാണ്. ലോക്ടാക്ക് മിസോറാം പോണ റൂട്ടാണ്. മിസോറാം ഈ റൂട്ടിൽ കൂടെ വിടുവാന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം കണ്ടാർന്ന്. പിന്നെ ചെറിയ രീതിയിൽ മഴ പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെൽക്കം ടു ബിഷ്ണുപൂർ ഡിസ്ട്രിക്റ്റ് കേട്ടോ. ബിഷ്ണുപൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 40-40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ലോക്ടാക്കിലേക്ക്. അല്ലേ, വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും കാണാനില്ല കേട്ടോ. മഴ പൊടിയുണ്ട് ചെറിയ രീതിയിൽ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണിയാവും. ഇപ്പോൾ ചെറിയ രീതിയിലേ മഴ കാര്യങ്ങളൊക്കെ പെയ്യണ്ട കേട്ടോ. ചെറിയ രീതിയിൽ പൊടിയുണ്ട് ഉണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം വെള്ളക്കെട്ടുകൾ പോലെ ഉണ്ട്. ഇത് നേരത്തെ ഉണ്ടായതാണോ അല്ലെങ്കിൽ മഴ പെയ്തിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ കുറേ പിള്ളേരാണ് തപ്പാണ്ട് കേട്ടോ. അവിടെ മീനെ പിടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, കാലാവസ്ഥ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഒരു മഴ പൊടിയുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. ഈ പോണയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കാനുണ്ട്. ഇത് കഴിഞ്ഞ ഇതിൽ പൊങ്ങിയ ഇതാണ് വെള്ളമാണ്. കണ്ടില്ലേ, ഈ കുറേ നേരം മുക്കിയിടാൻ തുടങ്ങിയിട്ട് കമ്പോല പോലെ. മീൻ വല്ലതും കിട്ടിയാന്ന് അറിയില്ല കേട്ടോ. ചെറിയ പൊടി മീൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയപ്പോൾ കണ്ടിട്ട് ഞാൻ അങ്ങാടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ആരും സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ, എവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഇങ്ങനെ ഒഴുകി അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങാടിയൊക്കെ പോകാനതിന് കുറച്ച് മുഷ്കിലാണ്. ആ ചേച്ചിക്ക് എന്തൊരു മീൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണ്ട. പൊടി മീനാണ് കിട്ടിയേക്കണം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ കമ്പോലോ അല്ലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉള്ള കേട്ടോ. ചെറിയ രീതിയിൽ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ പൊടിയുന്നുണ്ട്. ആർക്കും ഒന്നും കിട്ടണില്ല കേട്ടോ. ചെറിയ പൊടിമീൻ മാത്രമേ കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളേ ഈ പോണ റൂട്ടൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അടിപൊളിയാട്ടോ. ഫുള്ള് പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. മേളിലൊക്കെ കോടാണല്ലേ. ചെറിയൊരു മഴ പൊടിച്ചിലുണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതില്ലേ ഫുള്ള് പാടശേഖരമൊക്കെയാണ്. അപ്പം ഇതിലൊക്കെ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണ്ടാ. ഇപ്പം ഒരു നല്ലൊരു മഴ പെയ്തട്ടാ. നല്ല മഴ പെയ്തിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ട് ഈ കാണുന്നത്. നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ കയറിയിരിക്കണായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഓടി റെയിൻകോട്ട് ഇട്ടു. അപ്പോഴത്തേക്കും മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. പക്ഷേ ഇച്ചാറ് മഴ പെയ്യും. കാലാവസ്ഥ അറിയാലോ, മഴ സീസണാണ്. ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ കയറിയിരുന്നു. ഇവിടെ ഭാഗ്യത്തിന് ഒരു കിട്ടിയേട്ടാ. ഇവിടെ അല്ലാതെ ഇതാ വന്നൊഴിക്കുന്ന ഒരു സാധനമില്ല കേട്ടോ. നമ്മളെന്തൊരു ഭാഗ്യത്തിന് കയറിക്കാൻ പറ്റി. അല്ല, ഈ ഒരു റൂട്ട് തന്നെയാണ് മിസോറാം പോണതും ലോക്ടാക്ക് പോണതും. അങ്ങാടേക്ക് എല്ലാ ഈ മിസോറാമിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ ഒറ്റ റൂട്ടാണുള്ളത്. വേറെ ഇനി റൂട്ട് ഉണ്ടെങ്കിലും അതിങ്ങനെ തിരിച്ചാറ് വഴി കറങ്ങിപ്പോകട്ടെ. അതായത് നമ്മൾ ജിറിബാബിന്ന് ഒന്നല്ല, ആ റൂട്ട് വേണം തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇറങ്ങിയ കേട്ടോ. അടിപൊളി കാഴ്ചയുണ്ട്. ഫുള്ള് പാടശേഖരമാണ്. ഉണ്ടല്ലേ, ഇവിടെ കിടക്കണ്ട കേട്ടോ. ഈ എനിക്ക് ഉണ്ടല്ലേ ട്രാക്ടറൊക്കെ ഇട്ടേക്കാം. അലച്ചണ്ടിരിക്കുന്ന ആൾക്കാർ. അത്യാവശ്യം മഴയും കാര്യങ്ങളായിരുന്നു കേട്ടോ ഇത്ര നേരം വിട്ട്. നമ്മളാണ്ട് ഇപ്പോഴൊന്നും ഇറങ്ങിയത്.
കണ്ടില്ലേ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. അവിടെ മേളിൽ മലയിലൊക്കെ നമുക്ക് കോട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിനിയിപ്പോൾ നേരെ പോണത് ലോക്ടാക്ക് ലേക്കിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഉള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ കറക്റ്റ് മാപ്പ് കിട്ടണില്ല കേട്ടോ, അതുകൊണ്ടാണ് പ്രശ്നം. എന്തായാലേ പയ്യാരോടൊക്കെ ചോദിച്ചു നോക്കാൻ പോയിട്ട്. അങ്ങനെ നമ്മൾ മൊയ്റാങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് എത്തിയട്ടാ. വെൽക്കം മൊയ്റാങ് ഡിസ്ട്രിക്ട്, ലയൺസ് ക്ലബ് ഓഫ് മൊയ്റാങ്. ഇപ്പം മൊയ്റാങ് ഡിസ്ട്രിക്റ്റ് എത്തി. നമ്മൾ ഇത്ര നേരം ബിഷ്ണുപൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മൊയ്റാങ് എത്തിയട്ടാ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ലോക്ടാക്ക് ലേക്കിലേക്ക്. അപ്പോൾ എന്തായാലും ചോദിച്ച് നോക്കാം ആൾക്കാരോട്, കാരണം മാപ്പ് നോക്കിയിട്ട് കിട്ടണില്ല. അപ്പോൾ വഴി ഏതാണെന്ന് കറക്റ്റ് പിടുത്തില്ല കേട്ടോ. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകാം നമുക്ക്. അങ്ങനെ നമുക്ക് റോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. ഇതാണ് സെന്തിര റോഡ് എന്ന് പറയുന്നത്. ഈ റോഡ് വേണോട്ട് പോകാൻ, കാരണം നമ്മൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. നമുക്ക് കിട്ടും, മാപ്പിൽ നോക്കി തന്നെ കിട്ടും, പക്ഷേ കറക്റ്റ് ലൊക്കേഷനായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ പോണ റൂട്ടാണ്. ഇവിടേക്ക് ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ കമ്പോല കിട്ടണ്ട കേട്ടോ. പക്ഷെ എല്ലാവർക്കും കിട്ടണ കുഞ്ഞ് പൊടി മീനെയൊക്കെ കിട്ടണുള്ളൂ. നമ്മൾ വന്യവയ്ക്ക് കണ്ടാണ് കേട്ടോ. അല്ലേ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ആ വീട്ടുകാരൊക്കെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഇങ്ങനെ കമ്പോല സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ അവിടെയൊക്കെ ഒരു ചേച്ചി കൂടെയൊക്കെ പിടിച്ചിരിക്കണണ്ടില്ലേ. ഇവിടെ കൂടുതലും മൈത്തേ എന്ന് പറഞ്ഞ ടീംസാണല്ലോ. അപ്പോൾ അവരാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലുള്ളത്. നമ്മൾ വന്ന റൂട്ടിലൊക്കെ കൂടുതലും അവരാണ്ടാ. ഈ റൂട്ടിൽ കുക്കി എന്ന് പറഞ്ഞ ടീമൊന്നും വരില്ല, കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അവർ ഈ ഒരു റൂട്ടിൽ വരില്ല കേട്ടോ. കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും എനിക്ക് 2 ലേക്കുകളാണുള്ളത്. ഈ കാണുന്നത് തക്മൂ ലേക്ക് എന്ന് പറയും. കണ്ടില്ലേ നമ്മൾ പോണ റൂട്ടിൽ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണുന്നതാണ് ലോക്ടാക്ക് ലേക്ക്. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ. ഇതില്ലേ കാണാൻ തക്മൂ ലേക്ക് നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ നിന്ന് അധികം വ്യൂ ആയിട്ട് കിട്ടണില്ല കേട്ടോ, കാരണം ഇവിടെ ഫുള്ളി ഇങ്ങനെ കാട് പിടിച്ചിരിക്കണോണ്ടേ. പിന്നെ ഇവിടേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരെ കുറേ പേര് അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ലേക്കിൻ്റെ അവിടെ കയറിട്ടാ. ഇവിടെ കയറണമെങ്കിൽ 10 രൂപ കൊടുക്കണം. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മഴയും കാര്യങ്ങളും പൊടിയുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇതിൻ്റെ വ്യൂ ആണെങ്കിൽ ടോപ്പിൽ നിന്ന് വേണം കേട്ടോ കാണാൻ. പക്ഷേ അതിൻ്റെ മേലിൽ കണ്ടത് ആർമി ക്യാമ്പാണ്. പക്ഷേ ഇതിങ്ങനെ പോകുന്ന ആരുള്ള നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഈ കാണുന്ന കേട്ടോ ലോക്താക്ക് ലേക്ക് ഉണ്ടല്ലേ. ഐ ലവ് ലോക്താക്ക് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഏകദേശം ലൊക്കേഷൻ വന്നത് മണിപ്പൂരിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററാണ് കേട്ടോ വന്നത് ഇങ്ങാടേക്ക്. 50 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് വന്നത്. 50 കിലോമീറ്റർ ഇല്ല. എനിക്കൊന്ന് പെട്രോൾ എന്തോണെന്ന് തോന്നട്ടാ കൊണ്ടുപോകണം. കണ്ടില്ലേ കൊണ്ടുപോകണം പെട്രോളാന്ന് തോന്നുന്നു. അത്യാവശ്യം ആൾക്കാർ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് തോന്നണേ. നമുക്ക് എന്തായാലും അങ്ങാടൊക്കെ ഒന്ന് പോകണം. പിന്നെ അതേ കണ്ടില്ലേ ഈ ഒരു പുല്ല് കാണാൻ പ്രത്യേക ഭംഗിയായിട്ടാ ഇതിൽ നിന്ന് കാണാൻ വേണ്ടി. ശരിക്കും ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. നമുക്ക് മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ആരോടൊക്കെ ചോദിച്ചു നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലിൽ കൂടെ ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തത്, കാരണം ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബോട്ടിങ് കാര്യങ്ങളൊക്കെ. എന്നാലും ഒന്ന് അങ്ങാടൊക്കെ ഒന്ന് പോവാം. നമ്മളെന്തായാലും ബോട്ടിങ് ഒന്നും ചെയ്യാനുള്ള കേട്ടോ. അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം. അതൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഇവിടുത്തെ പായലും എന്ത് ഭംഗിയാന്ന് നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരോ ഇങ്ങനെ പുല്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാ. ഇതിൻ്റെ ഇതിൽ മീനൊക്കെ ഉണ്ടാവും തോന്നണേ, കാരണം മീനൊന്നും കൊത്തണ നമ്മൾ കണ്ടിട്ടില്ല. മഴ പൊടിയുണ്ട് കേട്ടോ. അത്യാവശ്യം ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ചെയ്യണ്ട കേട്ടോ ബോട്ടിങ്. ഇപ്പോൾ ഒരു ടീം ചെയ്ത് കഴിഞ്ഞ് വന്നാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവരാണെന്ന് തോന്നണത് ചെയ്തത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, കുറേ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഈ കണ്ടത് ഫുള്ള് ജാക്കറ്റാണ്, ലൈഫ് ജാക്കറ്റാണ്. പിന്നെ അതേ ബോട്ടിങ്ങിൻ്റെ പൈസയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 6 പേർക്കാണെങ്കിൽ 500, 12 പേർക്കാണെങ്കിൽ 800, 16 പേർക്കാണെങ്കിൽ 1000 രൂപ കേട്ടോ ബോട്ടിങ്ങിനുള്ള പൈസയാണ്. ഈ ഒരു ബോട്ടായിക്കോട്ടോ. കണ്ടില്ലേ ആൾക്കാരനുസരിച്ചുള്ള ഇതായിരിക്കും. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു 12 പേർക്കുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ബോട്ട് കേട്ടോ. ഇത് അതിൽ കുറഞ്ഞതും കാര്യങ്ങളൊക്കെയാണ്. ഈ ഫസ്റ്റ് വന്നത് 800 ഇല്ലേ, അത് 15 മിനിറ്റ് ആണ് കേട്ടോ. അത് അരമണിക്കൂറാണെങ്കിൽ എത്രയാണ് 1000 രൂപ വെച്ച് വരും. പിന്നെ 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ 2000 രൂപ വെച്ചൊക്കെ കേട്ടോ പേയ്മെൻറ്റ് വന്നത്. അത്യാവശ്യം ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. തെന്നുണ്ട്, കാരണം ഞാൻ ചെരുപ്പായിട്ടേക്കണം. ഷൂ ഇട്ടില്ല. ഷൂ ഫുള്ള് നനഞ്ഞ് ചീഞ്ഞിരിക്കണേണ്ട, അത് കാരണം ചൂടാകുന്നത്.
ഒരു മറ്റേ ഇതുണ്ട് കേട്ടോ, പാറ്റേനെ കണ്ടിട്ടാ, അല്ലാണ്ട് മീനൊന്നും കണ്ടില്ല, മീനൊന്നും കൊത്തനെയൊന്നും കണ്ടില്ല. പക്ഷെ ഇതിൻ്റെ വ്യൂ എവിടെയെങ്കിലും നോക്കണം കേട്ടോ. ടോപ്പ് വ്യൂ എനിക്ക് തോന്നണം ആ കാണുന്ന മലയാണെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ മേലൊരു ക്യാമ്പുണ്ട്, ആർമി ക്യാമ്പുണ്ട്. പക്ഷേ അത് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ നോക്കിയാൽ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഈ ഒരു ബോട്ടില്ലേ, ഇതിപ്പോൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ കണ്ടാണ് കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് ഇറങ്ങി പോണത്. എനിക്കത് കഴിഞ്ഞ് വന്നാന്ന് തോന്നുന്നു. അതാന്ന് പുള്ളി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണേ കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് പൈക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, വലിയ ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ കാണണം, ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇല്ലേ, അപ്പോൾ അതൊന്ന് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പൈക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളേ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ, എന്നിട്ട് ആരോടും ചോദിച്ചു നോക്കാം അതിൻ്റെ വ്യൂ കാണാൻ പറ്റുക. ടോപ്പ് വ്യൂ നമുക്ക് എന്തായാലും കാണണം, കാരണം ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളിവിടെ നോക്കിയാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലേക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വ്യൂ കാണണം, ഇത് ചോദിച്ചു നോക്കട്ടെ ആരോണിലൊക്കെ. നമ്മളെ ലോക്ടാക്കിൻ്റെ വ്യൂ അന്വേഷിച്ചുള്ള പോക്കാണ്ട, ഇതിൻ്റെ മേലിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു റൈറ്റ് കാണിക്കുന്നുണ്ട്, എവിടെയാണെന്നൊരു പിടുത്തമില്ല കേട്ടാ. അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. മൊയ്റാങ് എന്ന് പറയുന്ന വില്ലേജാണ്. കുറേ പിള്ളേരെ കണ്ടില്ലേ. നമുക്ക് റൈറ്റ് കാണിച്ചത് ഈ വഴിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ തിരിച്ച് പോയിട്ട് അവിടുത്തെ ക്യാമ്പ് കാണിച്ചില്ല ആർമിയുടെ. അപ്പോൾ ആ ഒരു വഴി കയറിയിട്ട് എന്തോ ലെഫ്റ്റ് ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. നോക്കാം എന്തായാലും. ഒരു മഴയുടെ ഒരു ചാൻസ് കണ്ടിട്ട് ഇഷ്ടംമാതിരി മാങ്ങ ഉണ്ടായി കിടക്കണ്ടേ. എല്ലായിടത്തും ഈ മാങ്ങയുടെ സീസണുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ട് പറിക്കാട്ടോ. ഇത് ഈ മരത്തിലേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം മേളിലൊക്കെ പോയി തന്നെ കാണാൻ പറ്റും. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച്. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ, ഒരു പാർക്കും റിസോർട്ടും കൂടി ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വ്യൂവും കാര്യങ്ങളൊക്കെ, ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് വരാമെന്ന് പറയാം, കാരണം കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഹായ് ബ്രോ, आपका नाम क्या है? नाम आपका? संदीपोन. एक्चुअली मेरा कोई एक ही यूट्यूब चैनल है और वीडियो है. ओके, सी यू, താങ്ക് യു. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, തൊട്ടിപ്പുറത്ത് ക്യാമ്പാണ് കേട്ടോ, ആർമി ക്യാമ്പാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ എന്നാലും വ്യൂ കിട്ടും കേട്ടോ. ഭാഗ്യത്തിന് ഈ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നന്നായി. അപ്പോൾ ഞാൻ സൈക്കിൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ സൈക്കിൾ കാര്യങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് ഹെൽമെറ്റ് ആ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് അങ്ങാടേക്ക് പോകാൻ പറ്റുമെന്നാണ്. അവിടെ എന്തോ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ. കണ്ടില്ലേ, ഇതാണ് ലോക്താക്കിൻ്റെ വ്യൂ കേട്ടോ. വേറെ എവിടെ എന്തെങ്കിലും വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നൊരു പിടുത്തമില്ല. പക്ഷെ നമുക്കൊന്ന് അങ്ങാട് പോയി നോക്കാം കേട്ടോ. കണ്ടില്ലേ, കാണാണ് ലോക്താക്കിൻ്റെ മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ തോണിയൊക്കെ കണ്ടില്ലേ, തോണിയിലേക്ക് ആൾക്കാർ മീൻ പിടിക്കണേന്ന് തോന്നാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ കേട്ടോ. അതും ഈ മണിപ്പൂർ തന്നെയുള്ള അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടുത്തൊക്കെയുള്ള ആൾക്കാരായിട്ടാണ്. വെഹിക്കിൾ നോ എൻട്രി, അങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. आपका नाम क्या है? मेरा नाम अशोक कुमार. अशोक, आपका नाम? मेरा नाम है रोजित सिंह. अच्छा, पेरेंदा? अशोक, आप किधर काम किया था केरला में? केरला കുറേ വർഷമായി. എവിടെയാണ് വർക്ക് ചെയ്തത്? 13 വർഷമായി. കണ്ണൂർ, कोत्तयम, त्रिशूर. अच्छा, केरला में कोची, एर्नाकुलम में किधर? MG रोड, कलूर वगैरह. पुदिया रोड. अच्छा, ओके. लुलु मॉल. नुक्लेस मॉल. रेस्टोरेंट. ओके, लुलु मॉल में. ओके. आप केरला में काम किया था? मैं तो स्पोर्ट्स में खेला था. अच्छा, स्पोर्ट्स में कोचिंग में एक नेवी का हाँ तेवरा में. हाँ, बेस है ना, वहीं में रहता है. मलयालम जानता है आपको? तो थोड़ा थोड़ा जानता है. अच्छा. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. ഹാപ്പി, ബോത്ത് ഹാപ്പി. ഇവർ ഈ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഭയ്യ ബോത്ത് ഹാപ്പി ദേഖ്നെ കേ ലിയേ. കാരണം അവർ കണ്ടതിന് ഭയങ്കര സന്തോഷം കേട്ടോ. മറ്റേ
പുള്ളി മലയാളമൊക്കെ സംസാരിച്ച്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്. ഇവരിവിടെ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. अब इधर रिसोर्ट में काम किया था? अच्छा, नाम क्या है रिसोर्ट का? ക്ലാസിക് ഗ്രൂപ്പ് ഹോട്ടൽ ആണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് തന്നെ വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂ എന്തായാലും നമുക്ക് കാണാം. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട്, പക്ഷെ ക്ലിയർ അല്ല കേട്ടോ. സെൻട്രൽ പാർക്ക് അച്ഛാ, അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ കാണാണ്ട ലോക്ടാക്കിൻ്റെ വ്യൂ കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ മനോഹരമാണ്. പക്ഷേ ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ടേ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഫുള്ളും മരങ്ങളാണ്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 3x വ്യൂ എടുക്കണം. ശരിക്കും ഈ മരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടേ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഇവിടെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് മരമൊക്കെ പെട്ടെന്ന് വളർന്നാണ്ട് ഇവർ നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടുമായിരുന്നു. ഞാനിപ്പോൾ 3x ഇങ്ങനെ എടുത്തെടുത്താണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണം. പക്ഷേ വ്യൂ അടിപൊളിയായിട്ട് ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ അല്ലാണ്ട് വേറെ വലിയ ഇതൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റല്ലേ, നമ്മൾ ടെൻ്റ് അടിക്കണം എവിടെയെങ്കിലൊക്കെ പോയിട്ട്. അത്യാവശ്യം കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. മഴയൊക്കെ പെയ്തൊരു കാലാവസ്ഥയിലാണ്. ഇവിടെ ഇവരുടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് വ്യൂ കിട്ടുമെന്ന് നോക്കണം. കാരണം നമ്മളിവിടെ വന്നിട്ട് അവിടെ ഒന്നും മര്യാദ ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് പോണതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാട്ടെ എങ്ങനെയാണെന്ന്. ഇവിടെ പുറത്തു നിന്നുള്ള ഫുഡ് അലൗഡ് അല്ല കേട്ടോ. കാരണം ഇതൊരു റിസോർട്ടും റെസ്റ്റോറൻറ്റും കൂടിയാണെന്നാണ് പറഞ്ഞാൽ. ഈ റിസോർട്ട് റെസ്റ്റോറൻറ്റ് ദോ ബിയെ अच्छा रिसोर्ट किधर है? ഓ ഉദർ റിസോർട്ട്. ഓക്കെ, അത് റിസോർട്ടും ഇത് റെസ്റ്റോറൻറ്റും ഉണ്ടാ. എൻ്റെ മോനെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. കാരണം ഇവിടെ അത്ര മരത്തിൻ്റെ ഒരു ഇതില്ല, പക്ഷേ മരം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് 3x ഇട്ട് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ലൈറ്റ് അടിക്കണോണ്ടാണ് അടിപൊളി ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3x ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു ജബി. അപ്പോൾ മുപ്പര് നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മറ്റേ ഇത് കരിക്കും വെള്ളം, പിന്നെ അതുപോലെ വേറെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ. आपका नाम? ഹെറോജി സിംഗ്. ഓ ഇതർ ये पूरा മാർക്കറ്റ് ആണ്, ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. ആണ് നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കണം കേട്ടോ. ഹായ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ വന്നോയ്ക്ക് ഈ കാണാനായിട്ട് തക്മൂലേക്ക് കേട്ടോ. അതായത് തക്മൂലേക്കാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നല്ല. അവിടെ നിന്ന് ഇങ്ങനെ വന്നൊഴുക്കി റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടില്ലേ ആ ഒരു ലേക്കാണ്ടേ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചി മീൻ പിടിക്കുന്നില്ല കേട്ടോ. ഇതിലൊരു സാധനം കിട്ടും. നമ്മൾ ഈ കാശ്മീരൊക്കെ കണ്ടിട്ടില്ല, ഒരു സൈസ് സാധനം ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പിടിക്കണം. ഒരു എന്താ പറയുക, ഒരു ഉരുളക്കിഴങ്ങല്ല, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കഴിക്കണ ഒരു സാധനം കേട്ടോ. ഒരു സബ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് കിട്ടും കേട്ടോ. നമുക്ക് വെറുതെയും കഴിക്കാം. അതിങ്ങനെ പൊളിച്ചാണ്ട് കഴിക്കണം. അത് ഈ ഒരു പായലിലൊക്കെ ഇങ്ങനെ ഉണ്ടാകണ ഒരു പച്ചക്കറിയാണ്. പച്ചക്കറി എന്ന് വേണമെങ്കിൽ പച്ചക്കറി എന്ന് പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. അതാണ് കേട്ടോ. പക്ഷേ ഇവിടെ അടുത്ത് ഇവിടെ ഇല്ല, കടയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കടയിൽ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു കറുത്ത കളറിലേക്കും. പിന്നെ അവിടെ ഒരാൾ ചൂണ്ട തരാം കേട്ടോ. അല്ലേ, അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ആ കാണുന്ന അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ. നമ്മളിനിപ്പോൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ.